അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് കുറച്ച് ഡേറ്റയെ കളക്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ഇതാണ് എന്താ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഉണ്ട്, ഗ്രാഫിക്കൽ അനാലിസിസ് ഉണ്ട്, ഇൻഫറൻഷ്യൽ അനാലിസിസ് ഉണ്ട്, മോഡലിംഗ് ഉണ്ട്. അതായത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യും അല്ലെ, ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, ടേബിൾ ആയിട്ട് എഴുതി, എങ്കിലേ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളതിനാണ് എന്താ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ അതിനെ ഗ്രാഫിക്കലായിട്ട്, നമുക്കറിയാം ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, അങ്ങനെയുണ്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഗ്രാഫിക്കൽ അനാലിസിസിൽ കൂടെ പോകുന്നത്. പിന്നെ ഉള്ളത് ഇൻഫറൻഷ്യൽ അനാലിസിസ്. ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഡേറ്റ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ചെറിയ ചെറിയ സാമ്പിൾസ് ആയിട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും ഇല്ലേ. അങ്ങനെയുള്ളതിനാണ് എന്താ പറയുന്നത് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ മോഡലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു മോഡലായിട്ട് ചെയ്ത് അതിന്റെ ഡേറ്റ അനലൈസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 4 തരം അനാലിസിസ് ആണ് നമ്മൾക്കുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഒന്ന് ഗ്രാഫിക്കൽ അനാലിസിസ്, ഒന്ന് ഇൻഫറൻഷ്യൽ അനാലിസിസ്, ഒന്ന് മോഡലിംഗ്. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിലെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമുക്ക് എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഇതെല്ലാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. ഏതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ഉണ്ട്. ഇതെല്ലാം തന്നെ വരുന്നത് ഏതിലാണ്, ഈ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിലാണ് വരുന്നത്. So നമുക്ക് നോക്കാം ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താന്നുള്ളത് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു നമ്പറിനാണ് നമ്മൾ പറയുന്നത്. അത് എവിടെ വരുന്നതെന്ന് വെച്ചാൽ സെന്റർ അല്ലെങ്കിൽ മിഡിൽ പോയിന്റ് ഓഫ് ഡേറ്റയുടെ സെന്ററിലോ അല്ലെങ്കിൽ മിഡിൽ പോയിന്റിലോ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിരിക്കുകയാണെങ്കിൽ ആ സെറ്റ് ഓഫ് ഡേറ്റയുടെ ടിപ്പിക്കൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. നമുക്കതിനെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് അതിനെ എന്ത് വിളിക്കാം, ആവറേജ് എന്ന് വിളിക്കാം. ആവറേജ് എന്ന് പറയുന്നത് ഒരു ഫിഗർ ദാറ്റ് റെപ്രസെന്റ്സ് ദ ഹോൾ ഗ്രൂപ്പ്, ഒരു മൊത്തത്തോടെയുള്ള ഡേറ്റയെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോയാലോ. അതായത് ഇതാണ് പർപ്പസ് ഓഫ് ആവറേജസ്. ഒന്നെന്ന് പറയുന്നത് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. ആവറേജിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ബ്രീഫ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, പിന്നെ രണ്ടും ഡേറ്റ അനലൈസ് കമ്പാരിസ് ചെയ്യാൻ പറ്റും, പിന്നെ അതിൽ നിന്ന് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യാൻ പറ്റും, പിന്നെ വൺ വാല്യൂ ഫോർ ഓൾ. ദാറ്റ് മീൻസ് വൺ വാല്യൂ ഫോർ ഓൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നും ഒറ്റ വാല്യൂ, അതായത് അതിന്റെ ഒരു ആവറേജ് മീൻസ് ഒരു വാല്യൂനെ വെച്ചിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് എന്ത് പറയുന്നത് ഈ പർപ്പസ് ഓഫ് ആവറേജസ്. പർപ്പസ് ഓഫ് ആവറേജസ് എന്തൊക്കെയുണ്ട്, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്, ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉണ്ട്, പിന്നെ എന്താണ് വൺ വാല്യൂ ഫോർ ഓൾ. ദെൻ Next is the main features of averages. Simplicity. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഇവിടെ ഒറ്റ ഇതായിട്ട് പറയാൻ പറ്റും. പിന്നെ ആവറേജ് should represent the entire mass of data, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആവറേജ് എപ്പോഴും റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. algebraic treatment means algebraic formulas ഉണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അല്ലെ ഇത് കാണാൻ. അപ്പൊ നമുക്ക് അതിന് അങ്ങോട്ട് പോയി പഠിക്കാൻ പറ്റും. പിന്നെ ക്ലിയർ ആൻഡ് സ്റ്റേബിൾ ഡെഫിനിഷൻ ഉണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ കിട്ടും, അതാണ് അബ്സല്യൂട്ട് നമ്പർ. പിന്നെ
എഫക്ട് ഓഫ് ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിൾസിൽ നിന്നും, അതായത് ഇപ്പം വലിയ സാമ്പിൾസ് ആണ്, അതിൽ നിന്നും ചെറിയ ചെറിയ സാമ്പിൾസ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിലുണ്ടാവുന്ന ആ ഒരു വേരിയേഷൻസ്, ഫ്ലക്ച്വേഷൻസ് ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നോട്ട് അഫക്റ്റഡ് ബൈ സ്ക്യൂനെസ്, അപ്പം സ്ക്യൂനെസ് കൊണ്ട് എന്ത് ചെയ്യില്ല, അഫക്ട് ചെയ്യത്തില്ല. ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ആവറേജസ് എന്ന് പറയുന്നത്. Then ടൈപ്സ് ഓഫ് ആവറേജസ്, നമുക്ക് രണ്ട് തരത്തിലുള്ള ടൈപ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആവറേജും മറ്റൊന്നെന്ന് പറയുന്നത് പൊസിഷണൽ ആവറേജും ആണ്. മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മൂന്നെണ്ണമാണ് ഉള്ളത്. ഒന്ന് അരിത്മെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. ആൻഡ് പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്, ഒന്ന് മീഡിയനും മോഡും. ഈ 5 ആവറേജസ് ആണ് നമുക്കുള്ളത്. ഈ 5 ആവറേജസിൽ നമ്മൾ എന്താണ് ഇവിടെ ഇന്ന് പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. അപ്പോ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞല്ലേ. ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് പഠിക്കേണ്ടത് 5 കാര്യങ്ങളാണ്. ഒന്ന് അരിത്തമെറ്റിക് മീൻ, ഒന്ന് ജിയോമെട്രിക് മീൻ, ഒന്ന് ഹാർമോണിക് മീൻ, ഒന്ന് മീഡിയൻ മോഡ്. മീൻ തന്നെ 3 തരത്തിലുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറയുന്നത്. പൊസിഷണൽ ആവറേജസ് എന്ന് പറയുന്നതാണ് മീഡിയനും മോഡും. അതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണെന്ന് അറിയാവോ, ഈ അരിത്തമെറ്റിക് മീനിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തു എന്താണ് ആവറേജ് എന്നുള്ളത്. The same is this one, that is arithmetic mean. അതായത് average of set of numerical values as calculated by adding them together and dividing by the number of terms in the set. അതായത് നമുക്കിപ്പോ എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പേഴ്സിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് എത്ര ഉണ്ടോ അതുകൊണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പൊ അരിത്മെറ്റിക് മീൻ മീൻസ് ദ ആവറേജ് ഓഫ് എ സെറ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ആസ് ആഡിങ് ദം ടുഗദർ ആൻഡ് ഡിവൈഡിങ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ സെറ്റ്. അതായത് ഒരു സെറ്റ് നമുക്ക് n വാല്യൂസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് അതായത് ആ n വാല്യൂസ് നമ്മൾ എങ്ങനെ എഴുതുന്നു, x1 x2 x3 xn എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x ബാർ വെച്ചിട്ടാണ്. x bar is equal to x1 plus x2 plus x3 plus etc plus xn by n, and it can also be denoted as summation I equal to 1 to n xi by n. ഇതാണ് എന്ത് പറയുന്നത്, അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എന്താണ് ക്വസ്റ്റ്യൻ? Find the mean of given values. അതായത് 2 3 4 5 6 6 ആണ് അല്ലെ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു മീൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്രയുണ്ടോ അത് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ we need to find x bar. x bar is equal to 2 plus 3 plus 4 plus 5 plus 6 plus 6 divided by how many numbers are there? എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 6 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് എന്ത് വരും, 2 plus 3 5 5 plus 4 9 9 plus 5 26 അല്ലെ. So 26 by 6. So our answer is 13 by 3. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അല്ലെ. സോ 13 by 3 is the average of these numbers. അപ്പോ എന്താണ് മീൻ ഓഫ് ദി ഗിവൺ വാല്യൂസ് ചോദിച്ചാൽ എത്രയുണ്ടോ അത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, എത്ര നമ്പർ ഉണ്ടോ ഡിവൈഡ് ചെയ്യുക. അപ്പൊ സം ഓഫ് ഡിവൈഡേഴ്സ്, അപ്പൊ മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്, സം ഡിവൈഡഡ് ബൈ ടോട്ടൽ, ദാറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ് ദ ആവറേജ്. ഇനി കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ്. അതായത് നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ്. അതായത് നമുക്ക് ഫോർമുലാസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ എളുപ്പമായിരിക്കും. അതായത് ഫസ്റ്റ് വൺ, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ sum of first and natural numbers എന്ന് പറയുമ്പോൾ we know 1 plus 2 plus 3 plus etc up to n. n വരെയുള്ള നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ n into n plus 1 by 2. Then sum of first n even numbers. n even numbers എന്ന് പറയുമ്പോൾ എന്താ, 2 plus 4 plus 6 plus etc up to n. അതിനാണ് എന്ത് പറയുന്നത്, n into n plus 1. അപ്പൊ sum of first n natural numbers എന്ന് പറയുന്നത് n into n plus 1 by 2. sum of first n even numbers
നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? n into n plus 1. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താ? സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് അതിന്റെ ഏതാ? 1 plus 3 plus 5 plus 7 plus etc up to n അല്ലെ? അതിന്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്? n സ്ക്വയർ. ഇതെല്ലാം ശ്രദ്ധിക്കുക, സം ആണ്. ഇത്രയും നമ്പേഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഈവൻ നമ്പേഴ്സ്, സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. ഇനി അടുത്തത് നമ്മൾ എന്താ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് പറയുമ്പോൾ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ. Sum of first and sum of squares of first and natural numbers. Formula എന്താ? n into n plus 1 into 2n plus 1 divided by 6. അടുത്ത എന്താ? Sum of cubes of first and natural numbers. അതായത് എന്ത് വരും? 1 cube plus 2 cube plus 3 cube plus etc plus n cube. ഇതാണ് എന്ത് പറയുന്നത്? Sum of cubes of first and natural numbers. നോക്കിയേ, ഇതിന്റെ സ്ക്വയർ എടുത്താൽ പോരെ? അതായത് sum of first and natural numbersന്റെ സ്ക്വയർ we will get the sum of cubes of first and natural numbers, n into n plus 1 by 2 the whole square. Appo sum of first and natural numbers പറയുമ്പോൾ n into n plus 1 by 2, sum of first and even numbers n into n plus 1, sum of first and odd numbers n square, sum of first and natural numbers n into n plus 1 into 2n plus 1 by 6, then sum of first and natural numbers, sum of cubes of first and natural numbers is n into n plus 1 by 2 the whole square. Next one is average formulas. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മറ്റേതെല്ലാം നമ്മൾ സമ്മിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് ആവറേജ് ആണ് പറയുന്നത്. അതായത് ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 plus 2 plus 3 plus etc plus n divided by n ചെയ്യുമ്പോഴുള്ള ഫോർമുലയാണ് ഏതെന്ന് പറയുന്നത്? n plus 1 by 2. അതായത് ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ നേരത്തെ അവിടെ പഠിച്ചു. അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? n plus 1 by 2 എന്ന് കിട്ടിയത്. അതുപോലെ ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഈവൻ നമ്പേഴ്സ് പറയുമ്പോൾ n plus 1 ആണ് അല്ലെ? ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഈവൻ നമ്പേഴ്സ് നേരത്തെ നമ്മൾ പഠിച്ചു n into n plus 1 ആണെന്ന്. അവിടെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് എന്ത് പറയുന്നത്? n plus 1. അതുപോലെ ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഓഡ് നമ്പേഴ്സ് പറയുന്നത് എന്ത് തന്നെയാണ്? n തന്നെയാണ്. അതായത് ഇപ്പൊ ആവറേജ് ഓഫ് ഫസ്റ്റ് 50 ഓഡ് നമ്പേഴ്സ് ചോദിച്ചാൽ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, we can able to write 50 as the. അപ്പൊ ആവറേജ് ഓഫ് n ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? n തന്നെയാണ്. പിന്നെ ആവറേജ് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് n plus 1 into 2n plus 1 by 6. അതേപോലെ ആവറേജ് ഓഫ് സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് n into n plus 1 the whole square by 4. അതായത് ആ സമ്മില് ഒരു n-നെ അങ്ങ് എന്ത് ചെയ്യുക? എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ we will get our final average of that. Okay, ഇനി അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. The arithmetic mean of the numbers 1, 2, 3 etc 49 is equal to. അപ്പോ എന്താണ്? 49 വരെയുള്ള നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ? അപ്പോ എന്താ arithmetic mean of the numbers? അപ്പൊ നമുക്കറിയാം arithmetic mean കണ്ടുപിടിക്കാൻ വേണ്ടി x bar is equal to 1 plus 2 plus 3 plus etc plus 49 divided by അല്ലെ? arithmetic mean എന്ന് പറയുമ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 49 ഉണ്ട് അല്ലെ? ഇപ്പൊ 49 ആണ്. അപ്പൊ ഈ 49 വരെ വെച്ച് ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 49 ചെയ്യണം അല്ലെ? അപ്പൊ ഒരു കാര്യം നമ്മൾ ഫോർമുല പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്താണ്? ആവറേജ് ഓഫ്, നമ്മൾ ഫോർമുല പഠിച്ചു അല്ലെ? ആവറേജ് ഓഫ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നമ്മൾ പഠിച്ചു. n നാച്ചുറൽ നമ്പേഴ്സിന്റെ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? n plus 1 by 2 ആണല്ലോ. ഇതായിരുന്നു നമ്മുടെ ഫോർമുല. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ പോരെ? ഇത്രയും ആഡ് ചെയ്തത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി n plus 1 by 2, അതായത് n plus 1 by 2 എന്ന് പറയുന്നത് എന്താ? n എന്ന് പറയുന്നത് ഇവിടെ 49 ആണ് അല്ലെ? സോ 49 plus 1 divided by 2 that is 50 by 2 that is equal to 25. So sum of the average mean of the numbers 1, 2, 3 etc
എക്സെട്ര അപ് ടു 49 എന്ന് പറയുന്ന ആൻസർ എന്താ? ഓപ്ഷൻ ബി. അപ്പൊ ഇത്രയും ആഡ് ചെയ്ത് നമുക്ക് സമയം കളയേണ്ട. വി ക്യാൻ ഏബിൾ ടു യൂസ് ദാറ്റ് പെർട്ടിക്കുലർ ഫോർമുല. ആ മറ്റേ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആവറേജ് ഓഫ് അരിത്തമെറ്റിക് മീൻസ് എത്ര ഉണ്ടോ നോക്കുക. ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ n+1/2 ആണ് നമ്മൾ ഫോർമുല പഠിച്ചു. വി ക്യാൻ അപ്ലൈ ദാറ്റ് വൺ ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ്. അടുത്ത നോക്കിയേ. അപ്പൊ നമ്മൾ ഇപ്പം ആദ്യം പറഞ്ഞു വെച്ചാൽ കുറച്ച് ഡേറ്റ വെറുതെ തന്നിരുന്നാലുള്ള കാര്യമാണ് അല്ലെ. ഇനി നമ്മളോട് പറയുന്നു എന്താണ്? ഫോർ കാൽക്കുലേറ്റിംഗ് ദ മീൻ വെൻ ദ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്സർവേഷൻസ് ഈസ് ഗിവൺ ആസ് ഇങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട്. അതായത് x1 x2 എക്സെട്ര xn ആ ഓരോ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ടെങ്കിൽ f1 f2 എക്സെട്ര fn ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഡേറ്റയും ആ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ x1 f1 പ്ലസ് x2 f2 പ്ലസ് എക്സെട്ര പ്ലസ് xn fn ഡിവൈഡഡ് ബൈ f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സെട്ര fn. അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ x1 f1 പ്ലസ് x2 f2 പ്ലസ് എക്സെട്ര xn fn പ്ലസ് f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn അത് കണ്ടുപിടിക്കുമ്പോൾ കിട്ടും. അതിനെയാണ് നമ്മൾ ഈ നോട്ടിൽ എഴുതിയിരിക്കുന്നത് സമ്മേഷൻ ഓഫ് i ഈക്വൽ ടു 1 to n xi fi by fi എന്നുള്ളതാണ് ഫോർമുല. The above method of calculating the arithmetic mean is used when the data is ungrouped in nature. ഇങ്ങനെ കിട്ടുന്നതിനെയാണ് ungrouped കിട്ടുന്നതിനെയാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. എന്താണ്? x1 f1 പ്ലസ് x2 f2 പ്ലസ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യും. ഇനി അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. In a distribution, the values of observations are 1 to etc 10 with frequencies 1 to etc up to 10. The mean of the distribution is എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് തന്നിട്ടുള്ള എക്സും എഫും ആദ്യം ഒന്ന് എഴുതി നോക്കാമല്ലോ. എക്സും എഫും ആണ് അല്ലെ തന്നിട്ടുള്ള കാണുമ്പോൾ. അതായത് നമ്പർ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. അപ്പൊ 1 2 എക്സെട്ര അപ് ടു 10 വരെയാണ് നമുക്ക് ഒബ്സർവേഷൻസ് തന്നിട്ടുള്ളത്. ആ ഒബ്സർവേഷൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തും തന്നിട്ടുണ്ട്? ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. അതായത് അതും എന്ത് തന്നെയാണ്? 1 2 എക്സെട്ര അപ് ടു 10 ആണ്. അപ്പോ നമുക്കറിയാം അതിന്റെ മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് x bar ഈസ് ഈക്വൽ ടു സമ്മേഷൻ xi fi ബൈ സമ്മേഷൻ fi ആണ് ഫോർമുല ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ അല്ലെ. 1 into 1 പ്ലസ് 2 into 2 പ്ലസ് എക്സെട്ര പ്ലസ് 10 into 10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 10 ഇതാണ് ഫോർമുല. അപ്പൊ നോക്കി എന്താ ഇതെല്ലാം മൾട്ടിപ്ലൈ എടുക്കുന്നതിനേക്കാളും എളുപ്പം എന്താന്ന് വെച്ചാൽ അറിയോ? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 10 എന്നല്ലേ തന്നിരിക്കുന്നത്. നമുക്ക് ഫോർമുല അറിയാം അല്ലെ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 സ്ക്വയർ അതായത് സം ഓഫ് എന്താ ഫസ്റ്റ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്താ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചതാണ്. നോക്കിയേ, sum of squares of first n natural numbers n into n plus 1 into 2n plus 1 by 6 ആണല്ലോ ഫോർമുല. അപ്പൊ നമുക്ക് അതങ്ങ് അവിടെ കൊടുക്കാമല്ലോ. അപ്പൊ എന്താണ്? x bar is equal to എന്താണ്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 10 ആണ്. അതായത് n ഇൻറ്റു അതായത് 10 ഇൻറ്റു 10 പ്ലസ് 1 അല്ലെ. അതായത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ഇതാണ് ഇതല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? n പ്ലസ് 1 അതായത് 11 ഇൻറ്റു 2 ഇൻറ്റു 10 20 പ്ലസ് 1 21 ബൈ 6 ഇൻറ്റു ഈ താഴെ കിടക്കുന്ന ആള് നമ്മൾ വെറുതെ എഴുതണോ? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര അപ് ടു 10 എന്ന് പറയുമ്പോൾ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്താ ഫോർമുല? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്
n into n plus 1 by 2 അല്ലെ? സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഫോർമുല n into n plus 1 by 2 അല്ലെ? അപ്പൊ അതവിടെ കൊടുക്കുമ്പോ എന്ത് വരും? divided by എന്താ n into n plus 1 by 2 10 into 10 plus 1 11 divided by 2 എന്ന് വരും അല്ലെ? അപ്പൊ നമുക്ക് ഈ 10 10 ക്യാൻസൽ ചെയ്യാം, 11 11 ക്യാൻസൽ ചെയ്യാം. അപ്പൊ മുകളിൽ 21 by 6 into ഈ 2 എന്ത് ചെയ്യും? മുകളിൽ പോകും അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് 3 വരും. 21 ഉം 3 കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ എന്ത് വരും? 7 എന്ന് വരും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പൊ വെറുതെ സ്ക്വയർ ചെയ്ത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ സ്ക്വയർ ചെയ്യാടി അങ്ങനെയൊന്നും വേണ്ട. വി ക്യാൻ അപ്ലൈ ദാറ്റ് ടു ഫോർമുലാസ്. ഏതാണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് n into n plus 1 into 2n plus 1 divided by 6. അതുപോലെ എന്താണ്? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഫോർ കാൽക്കുലേറ്റിംഗ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പ്ഡ് ഡേറ്റയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ഇങ്ങനെ ഉണ്ടാവും 0 to 10, 0 to 10, 10 to 20, 20 to 30. ഇങ്ങനെയല്ലേ? ഇതിനാണ് എന്ത് പറയുന്നത്? ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറയുന്നത്. 3, 5, 4 ഇങ്ങനെ വരുന്നതിനാണ് എന്ത് പറയുന്നത്? ഗ്രൂപ്പ്ഡ് ഡേറ്റ. മറ്റേത് എന്താണ്? ഒബ്സർവേഷൻസും ഫ്രീക്വൻസീസും അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ഉണ്ട്. അതുപോലെ ഗ്രൂപ്പ്ഡ് ഡേറ്റ മീൻസ് ക്ലാസ് ഇന്റർവൽസും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുക. ക്ലാസ് മാർക്ക് എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതായത് എന്താണ്? ഇത് നമ്മുടെ ക്ലാസ് ഇന്റർവൽ ആണ്, ഇത് നമ്മുടെ ഫ്രീക്വൻസി ആണ്. അങ്ങനെ തന്നിരുന്നാൽ നമ്മൾ ഒരു കോളം കൂടെ ചെയ്യും. എങ്ങനെ ചെയ്യും? എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ്, മിഡ് വാല്യൂ ആണ്. അതായത് 0 plus 10 divided by 2. 0 plus 10 divided by 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 വരും അല്ലെ? അടുത്ത 10 plus 20 30 divided by 2 15. അടുത്ത എന്ത് വരും? 20 plus 30 50 divided by 2 25. അപ്പോ ഇങ്ങനെ എഴുതിയപ്പോ നമ്മുടെ ഏതിലോട്ടായി കഴിഞ്ഞു? നമ്മുടെ അൺഗ്രൂപ്പ്ഡിലോട്ടായില്ലേ? അപ്പൊ അവിടെ നമ്മൾ ഫോർമുല അറിയാം. സമ്മേഷൻ xi fi ബൈ സമ്മേഷൻ fi എന്നുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മീൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇഫ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ മീൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ വി കാൽക്കുലേറ്റ് ദ ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് മീൻസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ക്ലാസ് ഇന്റർവൽ. ദാറ്റ് ഈസ് ദ ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ഇന്റർവലിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ അതെന്ത് ചെയ്താൽ മതി? ആ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. നൗ അപ്പോ അതിന് തന്നെ 3 മെത്തേഡ്സ് ആണുള്ളത് ക്ലാസിന്റെ ആയിട്ട്. ചിലപ്പോൾ നമ്മൾ ഈ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും വലിയ വാല്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യും അല്ലെ? അതുകൊണ്ട് നമ്മൾ 3 മെത്തേഡിന്റെ ഫോർമുലാസ് പഠിക്കും. അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആദ്യത്തെ എന്ന് പറയുന്ന ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങളോട്. എന്ത് ചെയ്യുക? ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ച് വെച്ചതിന് ശേഷം അത് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി എന്നുള്ളത്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi fi ബൈ സമ്മേഷൻ fi. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ മെത്തേഡ് ആണ്. അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു മീനിനെ നമ്മൾ അസ്യൂം ചെയ്യും. അതായത് ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയും. എന്നിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മീൻ, ആക്ച്വൽ മീൻ കണ്ടുപിടിക്കും. അതന്നെയാണ് എന്ത് പറയുന്നത്? അസ്യൂംഡ് മീൻ മെത്തേഡ്. അതാണ് ഫോർമുല a പ്ലസ് സമ്മേഷൻ fi di ബൈ സമ്മേഷൻ fi. ഈ di എന്ന് പറയുന്നത് നമ്മുടെ ഓരോ എക്സ് വാല്യൂസും ആ അസ്യൂംഡ് മീനിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതാണ് di is equal to xi minus a. അപ്പൊ assumed mean method എന്ന് പറയുമ്പോൾ ഫോർമുല x bar is equal to a plus summation fi di by summation fi. ഇതിനാണ് എന്ത് പറയുന്നത്? assumed mean method എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ x bar is equal to a plus summation fi di by summation fi into h. അതായത് h എന്ന് പറയുന്നത് നമ്മുടെ
ക്ലാസ് ഇന്റർവെലിന്റെ വിട്ട് എത്രയാണെന്നാണ് അത് എച്ച് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഓരോ ഡീവിയേഷനും ആ എച്ചിനെ കൂടെ, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ xi മൈനസ് എ പറഞ്ഞില്ലേ, അതിനെ എന്ത് ചെയ്യും, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, xi മൈനസ് എ ബൈ എച്ച് എന്നുള്ള ഫോം യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ ഡീവിയേഷൻസിനെയും എന്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലാസിന്റെ വിട്ടിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ എഫ് ഐ ഡി ഐ ബൈ സമ്മേഷൻ എഫ് ഐ ഇൻറ്റു എച്ച്, വേർ ഡി ഐ ഈസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ ബൈ എച്ച്. ഈ എ എന്ന് പറയുന്നത് എന്താണ്, അസ്യൂംഡ് മീൻ ആണ്. നമ്മൾ എന്ത് ചെയ്യും, ആ എക്സിൽ നിന്നും ഒരു വാല്യൂനെ എടുത്ത് അതാണ് മീൻ എന്ന് അസ്യൂം ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ അസ്യൂംഡ് മീൻ മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും. വ്യത്യാസം ഏതാണ്, ഡി ഐയിലാണ്. ഒന്നിൽ എക്സ് ഐ മൈനസ് എ മാത്രമേ ഉള്ളൂ, മറ്റേ എക്സ് ഐ മൈനസ് എ ബൈ എച്ച് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ എച്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ എപ്പോഴും എന്താണ് നമ്മുടെ പി എസ് സി എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ മോസ്റ്റ് സ്റ്റേബിൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ്. ദ മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ എല്ലാം, അതായത് മീൻ ആയിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് മൊത്തം 5 മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്. അതിനകത്ത് 3 മാത്തമാറ്റിക്കൽ ആണ്, 2 പൊസിഷണൽ ആവറേജസ് ആണ്. അതിനകത്തുള്ളതാണ് ഏതൊക്കെ, അരിത്മെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ആൻഡ് മീഡിയൻ. ഇതിനകത്ത് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് എപ്പോഴും ഏത് തന്നെയാണ്, നമ്മുടെ അരിത്മെറ്റിക് മീൻ ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പൊ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ മോസ്റ്റ് സ്റ്റേബിൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മീൻ. Then, which of the following measures of central tendency is highly affected by extreme values? Extreme values കൊണ്ട് ഒരുപാട് എഫക്ട് ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്, മീൻ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡേറ്റയും വിട്ട് കളയാറില്ല അല്ലേ, എല്ലാ ഡേറ്റയും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എക്സ്ട്രീം വാല്യൂസ് എഫക്ട് ചെയ്യുന്നത് ഏതിനാണ്, നമ്മുടെ മീനിനെയാണ് ചെയ്യുന്നത്. സോ അവർ ആൻസർ ഈസ് മീൻ. Which of the following measures of central tendency is highly affected by extreme values? അതുപോലെ the most stable measure of central tendency എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, മീൻ തന്നെയാണ്. അപ്പൊ മീനിനെ കുറിച്ചുള്ള 2 പ്രത്യേകതകളാണ്, ഒന്ന് ഹൈലി സ്റ്റേബിൾ ആണ്, പിന്നെ ഏതാണ്, then highly affected by extreme values. ഇത് രണ്ടും ഏതിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണ്, മീനിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് വേറെ ചോദ്യം ഇതിനകത്ത് വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്നത് ഏതാന്ന് വെച്ചാൽ ഈ മീൻ ഓഫ് കോമ്പോസിറ്റ് സീരീസ് ആണ്. അതായത് മീൻ ഓഫ് കോമ്പോസിറ്റ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒന്നിൽ കൂടുതൽ ആവറേജും സെറ്റും തന്നിരുന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോ എന്താണ്, ഇപ്പൊ ഒരു N1 എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതും തന്നിട്ടുണ്ടെങ്കിൽ N1 x1 ബാർ പ്ലസ് N2 x2 ബാർ പ്ലസ് എക്സെട്ര പ്ലസ് NS6s ബാർ ഡിവൈഡഡ് ബൈ N1 plus N2 plus etc. NS. ഇതാണ് എന്താ പറയുന്നത്, കോമ്പോസിറ്റ് സീരീസ്. ഒരുപാട് എണ്ണത്തിന്റെ വരാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒക്കെ 10 is the mean of set of 7 observations. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താ, 10 is the mean of a set of 7 observations and 5 is the mean of a set of 3 observations. The mean of the combined set. Combined setന്റെ മീൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ 10 is the mean of the set of 7 observations. അപ്പൊ N1 എന്ന് പറയുന്നത് എന്താണ്, 7 ഉം അതിന്റെ കറസ്പോണ്ടിങ് മീൻ എന്ന് പറയുന്നത് എന്തും തന്നിട്ടുണ്ട്, 10 എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. 10 is the mean of set of 7 observations and 5 is the mean of set of 3 observations. അപ്പൊ 3 ഒബ്സർവേഷൻസിന്റെ, അതായത് N2 എന്ന് പറയുന്ന 3 ആണ്, അതിന്റെ കറസ്പോണ്ടിങ് മീൻ എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് what is the mean of the combined set എന്നാണ്. By formula we know that x bar is equal to 2 ഉണ്ടെങ്കിൽ N1 x1 plus bar plus N2 x2 bar divided by N1 plus N2. അതാണ് നമ്മുടെ ഫോർമുല പറയുന്നത് അല്ലെ. അപ്പൊ എന്താ, 7 into 10 that is 70 plus അടുത്ത എന്താ 3 into 5 15 divided by 7 plus 3, അതായത് എത്ര വരും, 10 വരും അല്ലെ. അതായത് 85 divided by 10 that is 8.5. that is the mean of the combined set. അപ്പൊ ഇവിടെ ആൻസർ ഏതാ,
ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോ കമ്പൈൻഡ് സെറ്റിന്റെ ചോദിക്കുമ്പോ എന്ത് ചെയ്താൽ മതി, എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ ആ ഓരോ ഒബ്സർവേഷൻസിന് മീൻ എന്താന്ന് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. n1 x1 bar പ്ലസ് n2 x2 bar പ്ലസ് എക്സെട്ര പ്ലസ് ns xs bar ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര പ്ലസ് ns. ഇതാണ് എന്താ പറയുന്നത്, കമ്പൈൻഡ് സെറ്റിന്റെ ആവറേജ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, മീനിന്റെ കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ABC എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇതിനകത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ബേസ്ഡ് ഓൺ അരിത്തമെറ്റിക് മീൻ ഓർ ആവറേജ് എന്ന് പറഞ്ഞ് ചോദിക്കാം. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. മീൻ എന്ന് പറയുന്നത് എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്ത് കിട്ടുന്ന ഒരു ആൻസർ ആണ്. പിന്നെ ഇറ്റ് കനോട്ട് ബി calculated if a single observation is missing. ഒരു ഒബ്സർവേഷൻ, ഒരു ചെറിയ ഒബ്സർവേഷൻ മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. arithmetic mean is affected very much by extreme values. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, highly affected by extreme values നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചെയ്തു. അപ്പൊ എന്താ, arithmetic mean is affected very much by extreme values. It may not be actually present in the series. ചിലപ്പോ ഇപ്പൊ 1 2 3 4 5 6 ആണെന്ന് വിചാരിച്ചോളൂ, അതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 3 point something ആയിരിക്കും. അതൊരിക്കലും എന്താവില്ല, അതിനകത്ത് പ്രസന്റ് ആവുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്, ഇറ്റ് മേ നോട്ട് ബി, ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. ഇറ്റ് മേ നോട്ട് ബി ആക്ച്വലി പ്രസന്റ് ഇൻ ദ സീരീസ്. Algebraic sum of the deviations of a set of values from their arithmetic mean is 0. This is very, very important. Arithmetic sum of the deviations of a set of values from their arithmetic mean is 0. അതായത് ഡീവിയേഷൻസ് അതിന്റെ arithmetic mean നിന്നുള്ളതിന്റെ സം എന്താണ്, algebraic sum of the deviations of the set of values from their arithmetic mean. മീനിൽ നിന്നും അതിനകത്ത് ഡീവിയേഷൻസിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. Then the sum of the squares of the observed deviations of a set of values is minimum when taken about mean. Mean ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും എന്താണ്, ഡീവിയേഷൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും മിനിമം ആയിരിക്കും. മിനിമം ആയിരിക്കും. അതാണ് അവിടെ പോയിന്റ്. The sum of the squares of the deviations of a set of values is minimum when taken about mean. Then if each value of the variate x is increased or decreased by a constant value, then the arithmetic mean is also increased or decreased by the same value. അപ്പൊ നമുക്കൊരു സെയിം എന്താണ്, ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ട് പറയുവാണ്, ഇതിനകത്ത് ഓരോന്നിനും 5 ആഡ് ചെയ്തു അല്ലെങ്കിൽ 5 ഡിക്രീസ് ചെയ്തു എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ arithmetic meaning നിന്നും എന്ത് ചെയ്യും, ഈ 5 ആഡ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യാം. അപ്പൊ എന്താ, if each value of the variate x is increased or decreased by a constant value, ഓരോ എക്സിനെയും ഒരു ഫിക്സഡ് വാല്യൂ കൊണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, then the arithmetic mean is also increased or decreased by the same value. നമുക്ക് arithmetic meaനും എന്ത് ചെയ്യാൻ പറ്റും, ആ ഫിക്സഡ് വാല്യൂ കൊണ്ട് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാം. Then if the value of the variate are multiplied, if the value of the variate are multiplied or divided by a constant value, then the arithmetic mean is same as the initial arithmetic mean multiplied or divided by the constant value. അപ്പോൾ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുന്ന കേസിൽ മാത്രമല്ല, മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുന്ന കേസിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. arithmetic mean നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് ആഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ചെയ്യുവാണെങ്കിലും, സബ്ട്രാക്ട് ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുവാണെങ്കിലും, arithmetic mean നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതാണ് ഈ രണ്ട് പ്രോപ്പർട്ടീസിലായിട്ട് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, the mean of a variable having 50 observations is 55. ഒരു x എന്ന് പറയുന്ന വേരിയബിളിന് 50 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മീൻ എന്ന് പറയുന്നത് 45 ആണ്. If a new variable is defined by u equal to x plus 45, the new variable is, mean of the new variable is. അപ്പൊ നമുക്ക് നോക്കിയേ, 50 ഒബ്സർവേഷൻസ് ഉള്ളപ്പോ മീൻ എന്ന് പറയുന്നത് 45 ആണ്.
അപ്പോ ഒരു പുതിയ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. എങ്ങനെ? ഓരോ ഒബ്സർവേഷൻസിന് കൂടി 45 ആഡ് ചെയ്യാന്നാണ് പറയുന്നതിന്റെ അർത്ഥം അല്ലെ. u ഈക്വൽ ടു എക്സ് പ്ലസ് 45 മീൻസ് ഓരോ ഒബ്സർവേഷന്റെ കൂടെയും 45 ആഡ് ചെയ്യുക. സോ വാട്ട് വിൽ ബി ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ന്യൂ വേരിയബിൾ? ന്റെ അരിത്തമെറ്റിക് മീൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എക്സിന്റെ അരിത്തമെറ്റിക് മീൻ 45 എന്ന് തന്നിട്ടുണ്ട്. ആ ഓരോ എക്സിന്റെ കൂടെയും 45 ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് വേറൊന്നും ചെയ്യണ്ടല്ലോ. ഈ 45ന്റെ കൂടെ 45 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ന്യൂ മീൻ കിട്ടത്തില്ലേ? അപ്പൊ ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ആഡ് ചെയ്യുന്നത്, we can add by that particular number on the arithmetic mean. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 45 plus 45 that is 90. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ന്യൂ മീൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ഈ 45 കൊണ്ട് നമ്മുടെ ഈ മീനിനെ ആഡ് ചെയ്താൽ മതി. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പൊ നമ്മുടെ ആ പ്രോപ്പർട്ടീസ്, അതായത് ആ 8 പ്രോപ്പർട്ടീസും വളരെ ക്ലിയറോടുകൂടി പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ എഴുതാൻ പറ്റത്തുള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തത്. 7ാമത്തെ പ്രോപ്പർട്ടി ഒരു അരിത്തമെറ്റിക് മീൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Then while dividing each entry in a data by a non-zero number a, the arithmetic mean of the new data എന്താണ്? ഓരോ എൻട്രിയും a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞേക്കുന്നത്? ഡിവൈഡ് ചെയ്യുകയാണെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ arithmetic mean of the new data എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിവൈഡഡ് ബൈ a അല്ലെ. ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? മൾട്ടിപ്ലൈഡ് ബൈ a, does not change, divide by a, is diminished by a. So we know that it is divided by a. Divided by a. Then അടുത്തെന്താ? The sum of the deviations taken from the actual arithmetic mean is എന്താണ്? നമ്മൾ ഓൾറെഡി അതൊരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞല്ലേ. Sum of the deviations taken from the arithmetic mean is 0 ആണല്ലോ, 0. അപ്പോ ഇത്രയുമാണ് നമ്മുടെ മെയിൻ ആയിട്ട് അരിത്തമെറ്റിക് മീനിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ പറയേണ്ടത് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മീൻസ് ഇറ്റ് ഈസ് ദ ആവറേജ്. ആവറേജ് ആണ്. എത്രയാണ്? മൊത്തം 3 തരത്തിലാണ്. രണ്ടെണ്ണം എന്താണ്? മാത്തമെറ്റിക്കൽ ആവറേജസ് ഉണ്ട്, അതുപോലെ പൊസിഷണൽ ആവറേജസ് ഉണ്ട്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത് അരിത്തമെറ്റിക് മീനിനെ കുറിച്ചാണ്. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ഫോർമുലാസ് പറഞ്ഞു. എന്താണ്? റോ ഡേറ്റയുടെ പറഞ്ഞു, ഗ്രൂപ്പ് ഡിന്റെ പറഞ്ഞു, അൺഗ്രൂപ്പ് ഡിന്റെ പറഞ്ഞു, എന്നിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. അതെല്ലാം തന്നെ ഓർത്ത് വെക്കുക. അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. താങ്ക് യു.